നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണം ശക്തമാക്കി ഇഡി. ഉടമ എൻ.എം. രാജു വീണ്ടും ഇഡിക്ക് മുന്നിൽ ഹാജരായി. കഴിഞ്ഞയാഴ്ച എൻ.എം. രാജുവിനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ആന്റണി എംപിക്ക് 2 കോടി കൈമാറിയെന്ന് രാജു വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം 24-നായിരുന്നു എൻ.എൻ. രാജു ആദ്യം ഹാജരായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്തനംതിട്ട എം പി ആന്റണിക്ക് 2 കോടി രൂപ കൈമാറിയിരുന്നുവെന്നും 20 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ തിരികെ നൽകിയതെന്നും എൻ.എൻ. രാജു ആരോപിച്ചിരുന്നു. ഇഡിക്ക് നൽകിയ മൊഴിയിലും കോൺഗ്രസ് നേതാവ് ആന്റണിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച മൊഴി നൽകിയിരുന്നു. രാജുവിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആന്റണി എം പിയെയും ഇഡി ചോദ്യം ചെയ്യും. 100 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പായിരുന്നു കണ്ടെത്തിയത്. നിക്ഷേപ തട്ടിപ്പിൽ ഉടമകളുടെ 44.5 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. CPM, കോൺഗ്രസ്, കേരള കോൺഗ്രസ് എം പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ നൽകിയതായി എൻ.എൻ. രാജു ആരോപിച്ചിട്ടുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ 2.5 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്ന വാർത്തകൾ രാജു നിഷേധിച്ചിട്ടുമുണ്ട്. നിക്ഷേപ തട്ടിപ്പിൽ 2024 മെയ്യിൽ എൻ.എൻ. രാജുവിനെയും ഭാര്യയെയും 2 മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, കള്ളപ്പണ നിക്ഷേപം എന്നിവയിലാണ് ഇഡി അന്വേഷണം. ജനം, കൊച്ചി.